മരിച്ചത് നന്നായി, ഇവൻ മരിക്കേണ്ടവനാണ്. ഈ ഒരു പോസ്റ്റ് കൊണ്ടല്ലോ വല്ലാത്തൊരു സന്തോഷം തോന്നും. ഇദ്ദേഹത്തിന്റെ ഈ ആളൂരാന്റെ മരണവിവരം അറിയിച്ച ഓരോ പോസ്റ്റുകളുടെ താഴെ വരുന്ന ഓരോ കമന്റുകളാണ്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെയും തെറി പറയാം, ചീത്ത പറയാൻ പറയാം, ഒരാൾക്കും ഉണ്ടാവില്ല. ഒരാൾ പോലും തെറ്റ് ചെയ്യാത്തവരായിട്ട് തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എടാ ശരിയാണ്, അദ്ദേഹം ചെയ്തത് കൊടും ക്രിമിനലുകളുടെ മാത്രമാണ് അദ്ദേഹം വാദിച്ചിരിക്കുന്നതും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ജോലിയല്ലേ? അതായിട്ട് നമുക്ക് കണക്കൂട്ടാം. അത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. അതിന് പകരമായിട്ട് അദ്ദേഹം മരിച്ച വിവരം അറിയിച്ചിട്ട് അതിന്റെ അടിയിൽ വന്ന് ഇതുപോലെ മോശമായ ഇത്യാദി കമന്റുകൾ ഇടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്താൾ മോശക്കാരനല്ലേ നമ്മൾ, അദ്ദേഹത്തിനേക്കാൾ മോശക്കാരനല്ലേ നമ്മളാവുള്ളൂ. ഇദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പോലെ എനിക്കും പ്രതികരിക്കണമെന്നുണ്ട്, അതിനെതിരെ ശബ്ദിക്കണമെന്നുണ്ട്. ഞാൻ ശബ്ദിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തിക്കെതിരെ പല തവണയായിട്ട്. പക്ഷെ മരിച്ചതിന് ശേഷം പോയിട്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ അടിയിൽ നീ മരിക്കേണ്ടവനാണ്, നീ മരിച്ചത് നന്നായി, എനിക്ക് അത്രയും സന്തോഷമായി, ഇനി ക്രിമിനലുകൾ എന്ത് ചെയ്യും? എടാ ഒരാളൂരം പോയി 100,000 ആളൂരം വരും. നമ്മൾ ഇത്രയും പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ കേസുകൾ ഇപ്പൊ ജിഷേനെ അല്ലെങ്കിൽ സൗമ്യയുടെയും ഈ പറഞ്ഞ പോലെ കഷായം ഗ്രീഷ്മയുടെ ഒക്കെ കേസുകൾ വന്നതുകൊണ്ടല്ലേ നമ്മൾ ഇദ്ദേഹത്തിന് അറിയാം. ഇതിലും വലിയ വലിയ ചെറിയ ചെറിയ കേസുകളാണെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെ കേസുകൾ വാദിക്കുന്ന ഒരുപാട് വക്കീലുകളുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊരു കൂട്ടത്തിൽ ഒരു വക്കീലാണ് ഈ പറഞ്ഞ ആൾ. ശരിയാണ്, അദ്ദേഹത്തിന് വേറെ കേസുകൾ എടുക്കാൻ വരുന്നത്, അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന കേസുകളൊക്കെ അദ്ദേഹം എടുക്കുന്നുണ്ടെന്ന് എന്റെ ഒരു അറിവിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ ഗോവിന്ദചാമി അല്ലെങ്കിൽ അങ്ങനെയുള്ള വക്തുകളിലേക്ക് ചെയ്ത് തെറ്റൻ. പക്ഷെ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടല്ല അദ്ദേഹത്തിനോട് വൈരാഗ്യം ഈ പറഞ്ഞ പോലെ പ്രതികാരം വീട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ നമ്മളൊന്നും അദ്ദേഹത്തിന് ഇപ്പൊ നല്ലത് നേർന്നില്ലെങ്കിലും നല്ലത് പറഞ്ഞില്ലെങ്കിലും അതിന്റെ അടിയിൽ പോവാ, ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അത് കണ്ടു, ശരി, ഓക്കെ ഫൈൻ, പോവാ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിർത്തുക. മറ്റുള്ളവരെ കാണിച്ചില്ല. ഈ 3.5 കോടി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹം മരിക്കാൻ വേണ്ടി കാത്തിരുന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റിന് തീരെ ഇങ്ങനെ ചെയ്യാം. എടാ എന്തുവാണ് ഇതിലും വലിയ നാണക്കേട് വേറെ ഉണ്ടാവും?